സമഗ്ര വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പിടിമുറുക്കുന്നു. ഇന്നലെ മാത്രം 4 മരണം റിപ്പോർട്ട് ചെയ്തു. ഈ മാസം ഇന്ത്യയിലുണ്ടായ 15 കോവിഡ് മരണങ്ങളിൽ 9 കേരളത്തിലാണ്. ഇന്നലെ 302 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 1000 കടന്നു. JN1 ഉപവകഭേദമാണ് പടരുന്നതെന്നും പരിഭ്രാന്തി വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 1523 പേർ. ഇതുൾപ്പെടെ രാജ്യത്തെ ആകെ കണക്ക് 1701. രാജ്യത്ത് ഇന്നലെ 5 കോവിഡ് മരണം, ഇതിൽ 4 കേരളത്തിൽ. ഒമിക്രോൺ ആണ് കേരളത്തിൽ കൂടുതൽ പടരുന്നത്. ഒരു സാമ്പിളിൽ JN1 സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ഉപവകഭേദമായതിനാൽ പരിഭ്രാന്തി വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പുതിയ ഒരു ഉപവകഭേദമാണ്, അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. കിടത്തി ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതൽ പേർക്കും. പ്രായമായവരിലും മറ്റു രോഗങ്ങൾ ഉള്ളവരിലുമാണ് രോഗബാധ കൂടുതൽ. ഇതിനിടെ തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ കോവിഡ് പരിശോധന കർശനമാക്കി. കേരളത്തിൽ നിന്നുള്ളവരിലാണ് പരിശോധനകൾ കർശനമാക്കിയതോടെയാണ് കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത്. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും പുറത്തേക്കിറങ്ങുമ്പോൾ മാസ്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. സുനിഷ ഇല്ലൂരുണ്ട് വിശദമായ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ കോവിഡിന്റെ ഉപവകഭേദമാണ് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഒട്ടും ആശങ്കപ്പെടാനില്ല, ജാഗ്രത മതിയെന്നും പറയുന്നു. ഇപ്പോൾ പക്ഷേ 4 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിലാണ് സംഭവിച്ചിട്ടുമുള്ളത്. ഇതിപ്പോൾ എന്താണ് മന്ത്രി വിശദീകരിക്കുന്നത്? ഏത് ജില്ലകളിലാണ് ഇപ്പോൾ കോവിഡ് കൂടുതലായി കണ്ടുവരുന്നത്? സ്മൃതി, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും ഒരിടവേളയ്ക്ക് ശേഷം കോവിഡിന്റെ കേസുകളിൽ വർധനവുണ്ടാകുന്നു. അതേസമയം തന്നെ കോവിഡ് ബാധിച്ചുള്ള മരണസംഖ്യ കൂടുന്നു എന്നത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത് 4 പേരാണ് കേരളത്തിൽ. മുഴുവനായും ഇന്നലെ 5 മരണമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ തന്നെ 4 പേർ കേരളത്തിലാണ് എന്നതാണ് ആശങ്കയിടയാക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ 302ഓളം പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെയും ഈ കണക്ക് കൂട്ടുകയാണെങ്കിൽ കേരളത്തിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1502ഓളം കടന്നു എന്നതാണ്. ഈ കണക്ക് പ്രകാരം ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ കണക്ക് നോക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നതാണ്. അതിന് പിന്നാലെ തന്നെ ഈ കോവിഡിന്റെ ഉപവകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഉപവകഭേദം മാത്രമാണ്, അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അല്പം നേരത്തെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഉപവകഭേദമാണ്. ഇന്ത്യയിൽ പലയിടത്തും ഇത് മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് എന്നതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. ഏതായാലും നിലവിൽ പരിഭ്രാന്തപ്പെടേണ്ട സാഹചര്യമില്ല, ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. പക്ഷേ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഒരുപക്ഷെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കോവിഡ് വരുന്നത്. ഒരു കാലത്ത് മാസ്ക് ഒഴിവാക്കാൻ തുടങ്ങിയിട്ട് പോലും നമ്മൾ കുറച്ചു കാലങ്ങളായിട്ടേ ഉള്ളൂ. അത്രത്തോളം ജാഗ്രതയോടെ നമ്മൾ കോവിഡിനെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കോവിഡ് കേസുകളിൽ വർധനവുണ്ടാകുന്നു. രാജ്യത്തെ തന്നെ മുഴുവൻ കണക്ക് നോക്കുകയാണെങ്കിൽ അത് കേരളത്തിലാണ് കൂടുതൽ എന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ ഏതെങ്കിലും രീതിയിൽ ശ്വാസതടസ്സം സംബന്ധിച്ച ഈ ലക്ഷണങ്ങൾ, കോവിഡുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കാണിക്കുക, അതുമായി ബന്ധപ്പെട്ട ചികിത്സ എടുക്കുക എന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. പ്രധാന